കുഞ്ഞുണ്ണികളെയാണല്ലേ നമ്മളിങ്ങനെ പുറത്തൊക്കെ കൊണ്ടിരുത്തിയിട്ട് കാക്കേനെയും പൂച്ചേനെയൊക്കെ കാണിച്ച് ഭക്ഷണം കൊടുക്കുക. അപ്പോൾ കണ്ണൻകുട്ടീൻ്റെ ചില സമയത്തൊക്കെ ഞാനിങ്ങനെ കൊണ്ടുവന്നിരുത്താറുണ്ട് കേട്ടോ പുറത്തൊക്കെ. എനിക്ക് എൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ് ഞാൻ കൂടുതലും ഫ്രണ്ടിലൊക്കെ കൊണ്ടുവന്നിരുത്തി ഭക്ഷണമൊക്കെ കൊടുക്കുക. അപ്പോൾ നമ്മളുടെ സിറ്റൗട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാക്കേനെയും പൂച്ചേനെയും ഒന്നും കാണില്ല, അവിടെ ഷീറ്റ് അടിച്ചിരിക്കുന്നത് കാരണേ. അപ്പോൾ ഞാനിങ്ങനെ കാണുന്നിടത്തേക്ക് ആയിട്ട് ചെയറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കുട്ടികളെയൊക്കെ കാണുമ്പോഴൊക്കെ അവന് സന്തോഷമാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ അവന് ഭക്ഷണം കൊടുക്കാനൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസത്തിൽ ഒരു 5-6 പ്രാവശ്യമെങ്കിലും നമ്മളിങ്ങനെ കുറച്ചീശയല്ലേ അവൻ കഴിക്കുകയുള്ളൂ. അപ്പോൾ കുറച്ചിങ്ങനെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിലേ കണ്ണൻകുട്ടിയുടെ മുടി കെട്ടുന്ന വീഡിയോയിൽ ഡ്രസ്സ് ഇടാതെ ആയിരുന്നു മുടി കെട്ടാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഓൺ വോയിസ് തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കണ്ണൻകുട്ടി ഭയങ്കര ക്ഷീണമാണ്, ബോഡി ഭയങ്കര ക്ഷീണമാണ്. അത് അവന് ആരോഗ്യത്തിനുള്ള ഫുഡ് അവൻ കഴിക്കുന്നുണ്ട്, പക്ഷേ അവനധികം അങ്ങോട്ട് വണ്ണം വെക്കുന്നില്ല. ഒന്ന് നോക്കുമ്പോൾ ഞാനത് നല്ലതായിട്ട് വിചാരിക്കാറുണ്ട്. കാരണം അവൻ ഒരുപാട് വണ്ണം വെച്ച് വലിയ കുട്ടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കവനെ എടുത്തുകൊണ്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അത് ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ആരോഗ്യം ഉണ്ടാവട്ടെ, കുറേ വണ്ണം ഉണ്ടായിട്ട് ഇപ്പോൾ എന്താ കാര്യം എന്നുള്ളത്. പക്ഷേ അവൻ്റെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഊരുമ്പോൾ എല്ലും അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു വിഷമം തോന്നും. അയ്യോ കണ്ണൻ എന്താ വണ്ണം വെക്കാത്തത്, എനിക്ക് അവന് കുറച്ചും കൂടെ വണ്ണം വേണം, അങ്ങനെയൊക്കെ തോന്നാറുണ്ട് കേട്ടോ. പക്ഷേ പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കില്ലല്ലോ. നമ്മൾക്ക് അവന് കുറച്ച് നല്ല രീതിയിൽ ഭക്ഷണങ്ങൾ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ നല്ല ഫുഡുകൾ കൊടുക്കുമ്പോൾ, നല്ല പ്രോട്ടീൻസൊക്കെ അടങ്ങിയ ഫുഡുകൾ കൊടുക്കുമ്പോൾ അവൻ ചിലപ്പോൾ കഴിക്കണം എന്നില്ല അല്ലേ. അപ്പോൾ അവനാണെങ്കിൽ ഞാനിപ്പോൾ ഈ ഈന്തപ്പഴം, ബദാം, അണ്ടിപ്പരിപ്പ് ഈ സാധനങ്ങളൊക്കെ ഇട്ട് ജ്യൂസിലൊക്കെ അരച്ച് കൊടുക്കുമ്പോൾ അവനത് ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അവന് ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഞാൻ കൊടുക്കുക കൂടുതലും. അപ്പോൾ അവൻ ക്ഷീണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ബോഡി അങ്ങനെയാണ്. അത് ഞാൻ കണ്ടിട്ടുണ്ട് CP കുട്ടികൾ പലരും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ അവർ ബോഡി അധികം അങ്ങോട്ട് യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൈയും കാലൊക്കെ ശോഷിച്ച് പോകും. ഇപ്പോൾ കണ്ണൻ്റെ തന്നെ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് പറ്റും. കണ്ണൻ വലത്ത് കൈ ആണെങ്കിൽ നല്ല രീതിയിൽ ഉപയോഗിക്കും, ഇടത് കൈ ഉപയോഗിക്കില്ല. അതുപോലെ തന്നെ വലത്ത് കൈ നല്ല തക്കിടുമുടനായിട്ടും ഇടത് കൈ ആണെങ്കിൽ ഭയങ്കര വണ്ണം കുറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അത് അവൻ്റെ അത് യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ്. അതുപോലെ കാലൊന്നും അവരൊട്ടും യൂസ് ചെയ്യുന്നില്ലല്ലോ. ഇതിനൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ്.